إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കാലത്തിൻ്റെ കറക്കത്തിൽ ചരിത്രങ്ങൾ അവസാനിക്കുകയും പുതിയ ചരിത്രങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും. കാലയവനികക്കുള്ളിൽ പലരും മറയുന്നു, പലതും മറയുന്നു, പുതിയത് പലതും ജനിക്കുകയും ചെയ്യുന്നു. കാലമങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ 2025 കലണ്ടറാണ് നമ്മളെ പള്ളിയിലും വീട്ടിലൊക്കെ ഉണ്ടാവുക. കാലത്തെ അള്ളാഹു സത്യം ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലത്തെ സത്യം ചെയ്തിട്ട് അള്ളാഹ് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാലത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളും, എന്തെല്ലാമുണ്ട്. പക്ഷെ അള്ളാഹ് മനുഷ്യനെന്ന ഒരു സൃഷ്ടിയെപ്പറ്റിയാണ് അവിടെ പറയണത്. കാലമെന്ന വിശാലമായ ഒരു ആശയത്തിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയാണ്ട്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. എന്നിട്ട് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീർച്ചയായും നഷ്ടത്തിലാണെന്നാ. ജീവിതം തോറ്റുപോകുന്നവർ, ജീവിതത്തിൽ പരാജയപ്പെടുന്നവർ, നഷ്ടം സംഭവിക്കുന്നവർ, അവരെക്കുറിച്ചാണ് അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നത്. വിജയിക്കാൻ, നഷ്ടകാരികളാകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്,
വിശ്വാസം ശരിയാകണം. കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞോ അതൊക്കെ ചെയ്യണം. നന്നായിട്ട് ക്ഷമിക്കണം. ജീവിതത്തിൽ അങ്ങനെയാണ്, ക്ഷമ വേണ്ട ഘട്ടങ്ങളാണ് കൂടുതൽ. അത് ഉപദേശിക്കണം. ഹക്ക്, സത്യം അത് ഉൾക്കൊള്ളണം, അതിന് സാക്ഷിയാകണം, അതും ഉപദേശിക്കണം. വളരെ അർത്ഥവത്തായ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ്. കാലം ആരെയും കാത്തു നിൽക്കില്ല. ഒരുപാട് പ്രഗത്ഭർ, മുൻ പ്രധാനമന്ത്രിമാർ, വിശ്വ സാഹിത്യകാരന്മാർ, അങ്ങനെ പലരും അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കും. പുതിയ ഒരു തലമുറ ജനിക്കുകയും ചെയ്യുന്നു. നമ്മളതിൽ, ആ കാലത്തിൽ അള്ളാഹു നിശ്ചയിച്ചൊരു സമയം, ഒരു ദിവസം, വർഷം, അതിൽ നമ്മൾ ജീവിക്കുകയാണ്. ആരാണ് ബുദ്ധിയുള്ളവൻ? എക്കാലഘട്ടത്തിലെയും ബുദ്ധിയുള്ളവൻ ആരാണ്? നബിൻ്റെ അടുക്കൽ വന്നൊരു സഹാബി ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ, ഫഅയ്യുൽ മുഅ്മിനീന അഖ്യസ്, ബുദ്ധിമാനായ വിശ്വാസി ആരാണ്? ബുദ്ധിമാനായ വിശ്വാസി, ബുദ്ധിയുള്ള വിശ്വാസി ആരാണ്? കാല, റസൂൽ പറഞ്ഞു, അക്സറുഹും ലിൽ മൗത്തി ദിക്റ, അവൻ്റെ ഓർമ്മയിൽ ധാരാളം മരണമായിരിക്കും ഉണ്ടാവുക. ഓർമ്മയിൽ ധാരാളം മരണമായിരിക്കും. മരണമെന്ന ഓർമ്മ അത് ധാരാളമായിരിക്കും. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, മരണത്തിന് ശേഷമുള്ളതിനേക്ക് വേണ്ടി നന്നായി ഒരുക്കുകയും ചെയ്യുന്നവനായിരിക്കും, നല്ല ഒരുക്കം നടത്തുന്നവൻ. ഉലായിക്കൽ അക്കിയാസ്, സുനൻ അബൂദാവൂദിൽ 4259 നമ്പർ ഹദീസാണ്. എന്തിനാണ് മരണത്തെ ഓർക്കണമെന്ന് പറഞ്ഞത്? അത് ഓർക്കുന്നവനാണ് ഭൂമിയിലെ എക്കാലഘട്ടത്തിലും ബുദ്ധിയുള്ളവനെന്ന് പറഞ്ഞത്. അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം. ദിക്ർ ഹാദിമുല്ലദാത്ത്, ഹാദിമുല്ലദാത്ത് അതായത് മരണമാണ്, അതിൻ്റെ ഓർമ്മയെ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. അവിടെ മൗത്തി എന്ന് പറയാതെ ഹാദിമുല്ലദാത്ത് എന്നാണ് പറഞ്ഞത്. ഹാദിം എന്ന് പറഞ്ഞാൽ തകർക്കുക എന്നാണ്, തകർക്കുന്നത് എന്നാണ്. ലദ്ദാത്ത് പറഞ്ഞാൽ സുഖാസ്വാദനങ്ങളാണ്. എല്ലാ സുഖാസ്വാദനങ്ങളെയും തകർത്ത് കളയുന്നതിനെ ഓർത്തുകൊണ്ടിരിക്കണം. മരണം എന്ന് പറഞ്ഞാൽ അതാണ്. എല്ലാം തീർന്നു. നബി ഇങ്ങനെ ഉപദേശിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ നേടാൻ നബിൻ്റെ ഉപദേശം കാണാം. എങ്ങനെ നബി ഉപദേശിച്ചത്? എന്താണ് നബി ഇത് ഉപദേശിച്ചത്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. ഇത് ദുനിയാവിന് വേണ്ടി, ചില ആൾക്കാർ പറയും നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനുള്ള ട്രെയിനിങ്ങാണെന്നാണ്. അതൊന്നുമല്ല. നിസ്കാരം മരണത്തിന് ശേഷമുള്ള ലോകത്തേക്കുള്ളതാണ്. റസൂൽ പറയാണ്, ഇദാ കുംത ഫി സ്വലാത്തിക, നീ നിസ്കരിക്കാൻ നിന്നാൽ ഫസല്ലി സ്വലാത്ത മുവദ്ദിഇൻ, ഒരു വിടവാങ്ങലുകാരൻ്റെ നിസ്കാരം പോലെയുള്ള നിസ്കാരം. ഇമാം ഇബ്നു മാജയുടെ 4171 നമ്പർ ഹദീസാണ്. നിസ്കരിക്കാൻ നിന്നാൽ ഒരു വിടവാങ്ങലുകാരൻ്റെ നിസ്കാരം, അവസാനത്തെ നിസ്കാരം, മരിക്കുന്നതിന് മുമ്പുള്ള, അങ്ങനെയായിരിക്കണം എല്ലാ നിസ്കാരവും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഉപദേശിച്ചത്. ഒരിക്കൽ മുആവിയത്ത് ബിൻ അബൂ സുഫിയാനും ഉബൈദുല്ലാഹി ബിൻ ജർഹമും കൂടി സംഭാഷണം നടത്തുകയാണ്. സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ മുആവിയനെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ഉബൈദുല്ലാഹി ബിൻ ജർഹം. രണ്ട് മഹാന്മാരാണ്. അപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു ജർഹമിനോട് ഉബൈദുല്ലാഹി ബിൻ ജർഹമിനോട് പറഞ്ഞു, സംസാരത്തിനിടയ്ക്ക് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർക്കുന്നൊരു സംഭവം നിങ്ങളൊന്ന് പറഞ്ഞു തരികയെന്ന് പറഞ്ഞു. സംഭാഷണത്തിനിടയ്ക്ക് പറഞ്ഞതാണ്. എന്നും നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല, എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉബൈദുല്ലാഹി ബിൻ ജർഹം ഇങ്ങനെ ഓർത്തിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിലേക്ക് ഒരു ദിവസം ഒരാൾ വന്നു. അയാൾ ആർക്കും അറിയില്ല. അയാൾ എവിടുന്നാണ് വന്നതെന്നോ എന്തിനാണ് വന്നതെന്നോ ഒന്നും ആർക്കും അറിയില്ല. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വന്ന ഒരു അപരിചിതനായ ഒരാൾ
അയാൾ വന്ന ഉടനെ ഞങ്ങൾ നാട്ടിൽ വെച്ച് മരിച്ചു. മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമായോ അല്ലെങ്കിൽ നാട്ടുകാരുമായോ ഒന്നും ബന്ധപ്പെടാനൊന്നും ഒരു സൗകര്യമില്ലാത്തൊരു കാലമാണ്. അതിനൊരു മാർഗമില്ല. ഒരാൾ വരുന്നു, അയാൾ വന്നു, അയാൾ മരിച്ചു. അയാൾ ഏത് നാട്ടുകാരനാണ്, എവിടെ നിന്നാണ് ഒന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം കാത്തിരുന്നു. മയ്യത്ത് വെക്കാൻ പറ്റിയ അന്നത്തെ കാലത്ത് മയ്യത്ത് വെക്കാൻ പറ്റിയ സമയത്തോളം കാത്തിരുന്നു. പിന്നെ ഞങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചു. അങ്ങനെ മയ്യത്ത് കുളിപ്പിച്ച് ഞങ്ങൾ കഫൻ ചെയ്ത് കബറടക്കി. ഇപ്പം കബറടക്കിയപ്പം വല്ലാത്ത സങ്കടം തോന്നി എനിക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു മനുഷ്യൻ്റെ കുടുംബം ഉണ്ടാകുമല്ലോ. ഏതോ ഒരു നാട്ടിൽ നിന്ന് ഒരു പക്ഷേ അന്നം തേടി വന്ന വ്യക്തിയായിരിക്കും. കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഇയാളെ കാത്തിരിക്കുന്ന മക്കളുണ്ടാകും, ഭാര്യ ഉണ്ടാകും, കുടുംബം ഉണ്ടാകും. ആരും അറിയണില്ല, ആരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇയാളെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കബറടക്കുകയാണ്. അപ്പോൾ പ്രസിദ്ധമായൊരു കവിത ഉണ്ട്, ആരോ മുമ്പ് രചിച്ചൊരു കവിത ഉണ്ട്. ആ കവിത പ്രസിദ്ധമാണ്. ആ കവിത ആ സമയത്ത് ഞാനിങ്ങനെ കവിത പാടി. എന്താണ് ആ കവിതൻ്റെ ആശയം? യബ്കിൽ ഗരീബു അലൈഹി ലൈസ യഅരിഫുഹു വദൂ ഖറാബതിഹി ഫിൽ ഹയ്യി മസ്റൂറു. യബ്കിൽ ഗരീബു അലൈഹി, ആരാണെന്ന് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ആരൊക്കെയോ കരയുന്നു. ആരാണെന്നറിയാത്ത പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഒരു പരിചയമില്ലാത്ത ആരൊക്കെയോ കരയുന്നു. ലൈസ യഅരിഫുഹു, ഇദ്ദേഹം ആരാണെന്നറിയാതെ, ആരാന്നറിയില്ല. ഇദ്ദേഹത്തിൻ്റെ കുടുംബ വധൂ ഖറാബത്തിഹി ഫിൽ ഹയ്യി മസ്റൂറു, ആരൊക്കെയോ ബന്ധുക്കൾ ഉണ്ടല്ലോ ഇയാൾക്ക്. ഇയാൾ മരിച്ചതറിയാതെ, ഇയാളെ കബറടക്കാണെന്നറിയാതെ ആ ബന്ധുക്കൾ സന്തോഷം കൊള്ളുകയാണ്, മസ്റൂറാണ്. മരിച്ചതറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ മരിച്ച ഒരാൾക്ക് വേണ്ടി പരിചയമില്ലാത്ത ഏതോ നാട്ടുകാർ ആ മരിച്ച മനുഷ്യനെ ഓർത്ത് കരയുമ്പോൾ, ഇയാൾക്ക് കരയേണ്ട കുറേ ആൾക്കാരുണ്ട്, എവിടെയോ ആണ്, അവരതറിയുന്നില്ല. അവർ ആ നാട്ടിൽ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് നടക്കല്ലേ എന്ന വരി ആ സമയത്ത് ഞാൻ പാടി. എന്നിട്ട് മുആവിയോട് പറയാണ് അദ്ദേഹം. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് മനസ്സിലാക്കുകയാണ്, അന്ന് മരിച്ച് കബറടക്കിയ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ എഴുതിയ കവിതയാണ് ഞാൻ ഈ പാടിയ കവിത എന്ന്. ഈ മരിച്ച മനുഷ്യൻ എഴുതിയ കവിതയാണ് ഞാൻ ആ പാടിയ കവിത എന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് എന്നാണ്. സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയാണ്. അതുകൊണ്ട് ചുമരിലെ കലണ്ടറുകൾ മാറുമ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ അള്ളാഹ് ഹറാമാക്കിയത് ചെയ്തിട്ട് ആ ഒരു ദിവസത്തെ ആഘോഷിക്കുന്ന സംവിധാനമൊന്നുമല്ല വേണ്ടത്. മറിച്ച് നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കൊഴിഞ്ഞുപോയി എന്ന്, ഒരു വർഷം തീർന്നുപോയി എന്ന് തിരിച്ചറിയാണ് ചെയ്യേണ്ടത്. അത് മരണത്തിലേക്ക് നമ്മൾ അടുക്കുക എന്നതിൻ്റെ സൂചനയാണ്. ഒരുങ്ങാൻ കഴിയണം. ആ ഒരുങ്ങാൻ കഴിയുന്നവരാണ് ബുദ്ധിയുള്ളവർ. അള്ളാഹ് പറയുന്നുണ്ട് ഖുർആനിൽ, അള്ളാഹുവിന് മടിയില്ലാത്തൊരു കാര്യമുണ്ട്. എന്താണത്? ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ വമാ ഫൗഖഹ. ഒരു കൊതുകിന് അള്ളാഹ് ഉദാഹരണം പറയും. കൊതുകിന് അള്ളാഹ് ഉദാഹരണം പറയും. അള്ളാഹ്ക്ക് അതിൽ ലജ്ജല്ല. അതിനേക്കാൾ മീതയുള്ളതിനെക്കുറിച്ച് പറയും. എന്താ കാരണം എന്നറിയോ? ഫഅമ്മലദിന ആമനു, ഈമാനുള്ള മനുഷ്യന്മാർ, ഫയഅലമൂന, അവർ മനസ്സിലാക്കും അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് വന്നത് സത്യമാണെന്ന്. അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. വഅമ്മലദിന കഫറു, ഈമാൻ ഇല്ലാത്തവർ ചോദിക്കും, ഫയഖൂലുന മാദാ അറാദല്ലാഹു ബിഹാദാ മസല, ഖുർആനിൽ അന്ന് അങ്ങനെ കുറേ ഉദാഹരണമൊക്കെ എന്തിന് പറഞ്ഞതാണ് എന്ന് ചോദിക്കും. ഈമാനുള്ളവർക്ക് കാര്യം മനസ്സിലാകും. ഒരു കൊതുകിനെ ഉദാഹരിക്കുക. എവിടെ അള്ളാഹ് കൊതുകിനെ ഉദാഹരിച്ചത്? കൊതുകിനെ അള്ളാഹ് ഉദാഹരിച്ചത് ഹദീസിലാണ്. കൊതുകിനെ അള്ളാഹ് ഉദാഹരിച്ച വഹീ ഹദീസിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗകാനത്തി ദുനിയ, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ലൗകാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊലത്തിൻ, ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും ഈ ദുനിയാവിനില്ല. ഉണ്ടായിരുന്നെങ്കിൽ മസക്ക കാഫിറ മിൻഹാ ശർബത്തമായിൻ, ഒരു കാഫിറിന് അല്ലാഹ് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കൂല. കാഫിർ ഇവിടെ ജീവിക്കുന്നുണ്ട്,
സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ദുനിയാവിനൊരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാഫിറിന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കില്ലായിരുന്നതാണ്. ദുനിയാവ് അങ്ങനെയാണ്. ഈ ദുനിയാവിന് വേണ്ടിയാണ് സഹോദരങ്ങളെ പലരും പരലോകം നഷ്ടപ്പെടുത്തുന്നത്. ചിന്തിക്കണം, എങ്ങനെ ദുനിയാവിൽ ജീവിക്കേണ്ടത്, എങ്ങനെ ജീവിക്കണം. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ ഉമർ അല്ലാഹു തആല പറയാണ് എങ്ങനെ ജീവിക്കേണ്ടതെന്ന് റസൂലിക്ക് പറഞ്ഞു തരികയാണ്. അഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിമൻകിബി, അള്ളാഹിൻ്റെ റസൂൽ എൻ്റെ തോളിലും കെട്ടി പിടിച്ചു, എൻ്റെ ചുമലിൽ പിടിച്ചിട്ട് പറഞ്ഞു, കുൻ ഫി ദുനിയ, ദുനിയാവിൽ ജീവിക്കണം. എങ്ങനെ? കഅന്നക ഗരീബ്, ഒരു അപരിചിതനെ പോലെ. പരിചയമില്ലാത്ത ഒരാൾ ഇവിടെ വന്ന് അയാൾ പോയി. ആബിർ സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ യാത്ര പോകുന്നു, അയാൾ ആ നാട് വിട്ടുപോയി, അയാൾക്ക് ഒരു ബന്ധമില്ല. ഇങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് പഠിപ്പിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല എങ്ങനെ മാറിയെന്നറിയോ? പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുമായിരുന്നു എന്നാ ഹദീസിൻ്റെ ബാക്കി. ഇമാം ബുഖാരിൻ്റെ ഹദീസാണ്. യഖൂൽ, കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു തആല യഖൂൽ, ഇദാ അംസൈത ഫലാ തൻതദിർ അസ്സബാഹ് ഫഇദാ അസ്ബഹത ഫലാ തൻതദിർ അൽമസാ. രാവിലെ ഇതാൽ വൈകുന്നേരം പ്രതീക്ഷിക്കേണ്ട, വൈകുന്നേരമായ രാവിലെ പ്രതീക്ഷിക്കേണ്ട. വഹുദ മിൻ സിഖ്ഖതിക ലിമർദിക, രോഗം എപ്പോഴും കടന്നു വരാം. നീ ഒരു രോഗിയാകാം, ഒരു രോഗം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ രോഗത്തിന് മുമ്പ് ഉള്ള സമയമാണ് ആരോഗ്യം, അത് ഉപയോഗപ്പെടുത്തണം. അമിൻ ഹയാത്തിക ലിമൗതിക, മരണം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ മരണത്തിന് മുമ്പ് ജീവിതത്തെയും നീ ഉപയോഗപ്പെടുത്തണം. സഹോദരങ്ങളെ, ഒന്നും ബാക്കിയാക്കണ്ട, ഒന്നും പിന്നേക്ക് വെക്കണ്ട. അള്ളാഹ് പറയുന്നുണ്ട്, അലിമത്ത് നഫ്സും മാ ഖദ്ദമത്ത് വഅഖറത്, ഓരോ നഫ്സും വിവരമറിയിക്കും എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ബാക്കി വെച്ചു. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ, എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ബാക്കി വെച്ചു എന്ന് ഓരോ മനുഷ്യനും അറിയിക്കപ്പെടും. സഹോദരങ്ങളെ, സ്വഹാബികൾ നമുക്ക് മാതൃകയാണ്. അവർ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ മാറി നിന്നപ്പോൾ അവരെപ്പറ്റി അള്ളാഹ് പറയാം സൂറത്ത് തൗബയിലെ 118 ആയത്ത്. മഹാന്മാരായ 3 സ്വഹാബികൾ, കഅബ് ബിൻ മാലിക്, ഹിലാൽ ബിൻ ഉമയ്യ, മുറാറത്ത് ബിൻ റബിയ, ഈ 3 സ്വഹാബികൾ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നു. പങ്കെടുക്കേണ്ടിയിരുന്നു, പക്ഷെ അവർ പങ്കെടുത്തില്ല. അവരെപ്പറ്റി ആയത്തുകൾ വന്നു, അവരുമായിട്ട് ബന്ധം പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടപ്പോൾ, ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങൾ ചെയ്തില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അള്ളാഹ് പറയാണ്, വഅല സലാസത്തില്ലദി ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത്ത് അലൈഹിമുൽ അർളു, ഭൂമി അവർക്ക് കുടുസുള്ളതായി തോന്നി. ബിമാ റഹബത്ത്, ആ ഭൂമി എത്രയോ വിശാലമാണ് എങ്കിൽ ആ ഭൂമി അവർക്ക് ഏറ്റവും ഇടങ്ങേറായിട്ട് തോന്നി. വലാഖത്ത് അലൈഹിം അൻഫുസുഹും, അവരുടെ മനസ്സുകൾ തന്നെ അവർക്ക് ഞെരുക്കമുണ്ടാവുകയും ചെയ്തു. വലന്നു അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, അല്ലാഹുവിലേക്കല്ലാതെ കനിഞ്ഞു മടങ്ങാൻ ഇനി ഒരു മാർഗവുമില്ല എന്നവർ മനസ്സിലാക്കി. അവർ തൗബ ചെയ്തു. അള്ളാഹ് പറയാണ്, അള്ളാഹു ഒരു തൗബ സ്വീകരിച്ചു എന്ന്. സഹോദരങ്ങളെ, ഒരു ചെയ്യേണ്ട ഒരു കാര്യം, മതപരമായി അള്ളാഹ് കൽപ്പിച്ചൊരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൂർവികന്മാരുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെപ്പോലെ ഒരു ഇടങ്ങേറ് മനസ്സിൻ്റെ കുടുസ് അത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ അത് ഈമാൻ്റെ ലക്ഷണമായിരിക്കും. സഹോദരങ്ങളെ, കാലങ്ങൾ ഓരോന്നും കഴിഞ്ഞു പോകും, നമ്മളെ കാത്തു നിൽക്കില്ല. ഒരു അവസാന നിമിഷം നമുക്കായിട്ടുണ്ട്, അതിൽ ഒരു നിമിഷ നേരം പോലും അള്ളാഹു കൂട്ടിത്തരൂല. അവധി എത്തിയാൽ നമ്മൾ മടങ്ങണം. അതുകൊണ്ട് ഓരോ വർഷവും ഓരോ ദിവസവും ഓരോ മാസവും പിന്നിടുമ്പോൾ ആയുസ്സിൽ നിന്ന് കുറയുന്നു, മരണത്തിലേക്ക് അടുക്കുന്നു എന്ന ബോധമുണ്ടാവുകയും അതിനുവേണ്ടി ഒരുങ്ങി ബുദ്ധിയുള്ളവരിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടൊക്കെ എല്ലാവരോടുമായി പറഞ്ഞ
ഒരു വസിയ്യത്തുണ്ട്. ആ വസിയ്യത്ത് നിങ്ങൾ ഒരുങ്ങണം എന്ന വസിയ്യത്താണ്. ഒരുങ്ങണം എന്ന് പറഞ്ഞ വസിയ്യത്ത് എവിടെ വെച്ചാൽ റസൂൽ പറഞ്ഞതെന്നറിയോ? നമ്മളൊക്കെ നമ്മളെ മക്കളോടും കുടുംബത്തോടൊക്കെ പറയും, ഇതാ എല്ലാവരും വേഗം ഒരുങ്ങിക്കോളി, നമുക്ക് പോകണം, ഇന്ന സമയത്തിന് മുമ്പ് ഒരുങ്ങണം, ഇന്ന സ്ഥലത്തേക്ക് പോകണം. വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ എല്ലാവരും ഒരുങ്ങും. റസൂലുള്ള നമ്മളോട് ഒരുങ്ങാൻ പറഞ്ഞത് ഒരു ഖബറിൻ്റെ അടുക്കൽ ഇരുന്നിട്ടാ. ഇത് എന്നോടും നമ്മൾ ഓരോരുത്തരോടുമാണ്. അനിൽ ബറ സ്വഹാബി പറയാണ്, കുന്നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തിൻ, ഞങ്ങളൊക്കെ റസൂലുള്ളാഹിൻ്റെ കൂടെ ഒരു ജനാസയിൽ പങ്കെടുത്തു. ഫജലസ അലാ ഷഫീൽ ഖബർ, റസൂലുള്ള ആ ഖബർ ഇങ്ങനെ കുഴിക്കുമ്പം ആ ഖബറിൻ്റെ അടുക്കലായിട്ട് റസൂൽ അവിടെ അങ്ങനെ ഇരുന്നു റസൂൽ. ഫബഖ, ഇരുന്നിട്ട് റസൂൽ അങ്ങനെ കരയാൻ തുടങ്ങി റസൂൽ. ഹത്താബല്ലസറ, അങ്ങനെ റസൂൽ ഇരിക്കുന്നിടത്ത് കണ്ണുനീര് വീണിട്ട് ആ മണ്ണ് നനഞ്ഞു പോയി, മണ്ണ് നനയാൻ തുടങ്ങി. എന്നിട്ട് റസൂല് സുമ്മക്കാല, അവിടെ വെച്ച് പറയാണ്, യാ ഇഹ്വാനി, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇതുപോലെയുള്ളൊരു സന്ദർഭം എൻ്റെ മുന്നിൽ കുഴിക്കുന്ന ഈ ഖബറുണ്ടല്ലോ, ഇതുപോലൊരു സന്ദർഭം വരാനുണ്ട്. യാ ഇഹ്വാനി, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഫഅഇദ്ദു, നിങ്ങൾ ഒരുങ്ങണം, നിങ്ങൾ തയ്യാറെടുക്കണം, ഒരുങ്ങണം എന്ന് റസൂൽ പറഞ്ഞത് ഒരു ഖബറിൻ്റെ അരികിൽ ഇരുന്നിട്ടാണ് സഹോദരങ്ങളെ. ഇത് നമ്മളെപ്പോഴും ഓർക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എത്രയോ ഹദീസുകൾ ഉദ്ധരിച്ചു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അവരൊക്കെ പറഞ്ഞ വാക്കുണ്ട്. ഇബ്നു മസ്ഊദ് പറയാണ്, മാ നദിംതു അലാ ഷൈഇൻ നദിമി, എനിക്കൊരു സങ്കടവുമില്ല, എനിക്കൊരു ദുഃഖമില്ല, എനിക്കൊരു വിഷമവുമില്ല. അലാ യൗമിൻ ഒറബത്ത് ശംസുഹു, സൂര്യൻ അസ്തമിച്ച ഒരു ദിവസത്തെ ഓർത്തുകൊണ്ടുള്ള സങ്കടമല്ലാതെ. സൂര്യൻ അസ്തമിച്ചാൽ ഒരു സങ്കടമാണ്. സൂര്യൻ അസ്തമിക്കുന്നത് ന്യൂ ഇയർ കാണാൻ, വർഷാവസാനത്തിൻ്റെ ഡിസംബർ 31 അസ്തമയ സൂര്യനെ കാണാൻ, ഡിസംബർ 31 അസ്തമയ സൂര്യനെ കാണാൻ തീരത്ത് പോയി ഇരിക്കുന്നവർ, സുന്ദരമായ ബീച്ചിൽ പോയി കുടുംബത്തോടൊപ്പം ആസ്വദിക്കാൻ തയ്യാറെടുക്കുന്നവർ, മഹാനായ ഇബ്നു മസ്ഊദിൻ്റെ വാക്കോർക്കണം. അദ്ദേഹം പറയാണ്, എൻ്റെ സങ്കടം ഒരു സൂര്യൻ ഒരു ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. എന്താണ് കാരണം? നക്കസ ഫീഹി അജ്ലി, എനിക്കത് നിശ്ചയിച്ച എൻ്റെ അജിലിൽ നിന്ന് ഒരു പകൽ കുറഞ്ഞല്ലോ. എനിക്കത് നിശ്ചയിച്ച അജിലുണ്ട്, അവധിയുണ്ട് ഇത്ര ദിനമെന്ന്, അതിൽ ഒരു ദിവസം കുറഞ്ഞല്ലോ, അതാണ് എൻ്റെ സങ്കടം. വലം യസിദ് ഫിഹി അമലി, എങ്കിൽ അതിന് ശേഷമുള്ള കാലത്തേക്ക് പുതിയ ഒരു അമലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു പുതിയ അമലും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നതാണ് എൻ്റെ സങ്കടം. ഇതാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. സഹോദരങ്ങളെ, ഇതായിരിക്കണം ഒരു ദിവസത്തിൻ്റെ, ഒരു മാസത്തെ, ഒരു വർഷത്തിൻ്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ, ഒരു പുതിയ പ്രഭാതം വരുമ്പോൾ, ഒരു പുതിയ വർഷം ജനിക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പരസ്പരം പെരുമ നടിക്കലും പരസ്പരം വലുപ്പത്തരം പറയലും ഒക്കെ മനുഷ്യനെ അശ്രദ്ധനാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നിന്ന് അവനെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. അൽഹാകുമുത് തകാസുർ, ഏതുവരെ? ഹത്താ സുർതുമുൽ മഖാബിർ, ഓരോ മനുഷ്യൻ്റെയും മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് എത്തുന്നത് വരെ. ഹത്താ സുർതുമുൽ മഖാബിർ, ഓരോ മനുഷ്യനും അവൻ്റെ മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് എത്തുന്നത് വരെ, മരിക്കുന്നത് വരെ മനുഷ്യൻ്റെ അശ്രദ്ധ ഈ തക്കാസുറിലാണ്. തക്കാസുർ ഫിൽ അംവാലി വൽ ഔലാദ്, ഖുർആനിൽ കാണാം. അത് അംവാലിലും ഔലാദിലുമുള്ള തക്കാസുറാണ്. എന്നാൽ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, നിഷേധിച്ചിട്ട് കാര്യമില്ല, മറക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, അത് കാണുക തന്നെ ചെയ്യും, അറിയുക തന്നെ ചെയ്യും. കല്ലാലു തഅലമൂന ഇൽമുൽ യഖീൻ, ഇൽമുൽ യഖീൻ മരണാണ്, അതറിയുന്നത് വരെ. ലതറവുന്നൽ ജഹീം, നരകത്തെ കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഓർക്കുക, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹ് തന്ന മക്കൾ നിഅമത്താണ്, ആരോഗ്യം നിഅമത്താണ്, സമയം നിഅമത്താണ്. നിഅമതാനി മഗ്ബൂനു ഫീഹിമാ കസീറു മിനന്നാസ്,
ഭൂരിപക്ഷം ആളുകളും വഞ്ചിക്കപ്പെടുന്ന 2 നിഅമത്തുണ്ട്. അത് സമയമാണ്, ആരോഗ്യമാണ്. സഹോദരങ്ങളെ, ഇതിൽ മഖ്ബൂനാണോ നമ്മളെന്ന് ആലോചിക്കണം. ഈ സമയമാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയങ്ങളാണ് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമയങ്ങളാണ് വർഷങ്ങളായി പുതിയ കലണ്ടറുകളായി ചുമരിൽ തൂക്കപ്പെടുന്നത് എന്നാലോചിക്കുക. സുമ്മല തുസ്അലുന്ന, ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമ ഇതിൻ, അന്നേ ദിവസം, അനി നഈം, ഒരു നിഅമത്തിനെയും അള്ളാഹ് ഒഴിവാക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ചിന്തയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടുപോർക്ക് അള്ളാഹു മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ആയുസ്സിൽ ഇനി എത്ര രാവും പകലും ബാക്കിയുണ്ടോ അത്രയും കാലം അള്ളാഹിൻ്റെ നിഅമത്തിന്, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് അള്ളാഹിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ ആവശ്യമായ അമലുകൾ ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. രോഗികളായ ആളുകളുണ്ട്, അള്ളാഹുവർക്ക് രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. 5-6 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു അസുഖം വീണ്ടും എനിക്ക് എൻ്റെ ശബ്ദവുമായി ബന്ധപ്പെട്ട് വരുന്നു. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാന്യനായ നമ്മുടെ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം, അദ്ദേഹം കുറച്ച് പ്രയാസകരമായ രോഗം ബാധിച്ച് ആശുപത്രിയിലായിരുന്നു. വളരെ ക്രിട്ടിക്കലൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തിന് ആശ്വാസമുണ്ട്, സമാധാനമുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പണ്ഡിതന് ഒരുപാട് ആളുകൾക്ക് സമാധാനം നൽകുന്ന, ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, ഒരുപാട് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ്. അള്ളാഹു തആല ആ വലിയ പണ്ഡിതന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹം പ്രവർത്തിക്കുന്ന ദീനിൻ്റെ ദഅവത്തിൻ്റെ മാർഗത്തിൽ ഒരുപാട് കാലം ഈ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ അള്ളാഹു ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ വറിഖാബ ആബാഇനാ വഉമ്മഹാത്തിനാ വഅസ്വാജിനാ വഇഖ്വാനിനാ അൽ മുസ്ലിമീന അജ്മഈന യാ റബ്ബൽ ആലമീൻ. اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام ومن سيء الأسقام ومن سيء الأسقام. ربنا تقبل منا مجيب الدعوات، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين.